ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഖന്തക്ക് യുദ്ധം അവസാനിച്ച അന്നു തന്നെ ഉണ്ടായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബനു ഖുറൈള എന്ന് പറയുന്ന സംഭവം. ആ സംഭവം ഈ ഖന്തക്ക് യുദ്ധത്തിൻ്റെ ചരിത്രം വിശദീകരിച്ച സ്ഥലത്ത് 2-3 വാക്കുകളിൽ ഒതുക്കിയാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന പല ആളുകളും പേഴ്സണലി മെസ്സേജ് അയച്ചും കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായമായി എഴുതിയതുമായിട്ടുള്ള ഒരു കാര്യമാണ് ബനു ഖുറൈളയെക്കുറിച്ച് താങ്കളൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ആ കാര്യം കൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ബനു ഖുറൈളയുമായി ബന്ധപ്പെട്ട ചരിത്രം, ബദർ യുദ്ധവും ഉഹുദ് യുദ്ധവും ഖന്തക്ക് യുദ്ധവും ഒക്കെ നമ്മൾ വിശദീകരിച്ച ആ ഒരു ഗ്രന്ഥത്തിൽ വിശാലമായ അർത്ഥത്തിലൊന്നും പ്രതിപാദിച്ചിട്ടില്ലാത്തതിനാൽ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഗ്രന്ഥം കൂടി നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിനു മുമ്പേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറയുന്ന ബുക്കിൽ എന്താണ് ബനു ഖുറൈളയെക്കുറിച്ച് പറഞ്ഞ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഖന്തക്ക് യുദ്ധഭൂമിയിൽ നിന്ന് നേരെ വഞ്ചകരും അക്രമകാരികളുമായ ബനു ഖുറൈള താമസിക്കുന്ന പ്രദേശത്തേക്ക് നീങ്ങുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തോട് കൽപ്പിച്ചത്. മുസ്ലിങ്ങളുമായി സമാധാന സന്ധി ഉണ്ടാക്കിയ അവർ അത് ലംഘിച്ച് ശത്രുക്കളോടൊപ്പം ചേരുകയും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാൻ പുറപ്പെടുകയുമാണ് ചെയ്തത്. മുസ്ലിം സൈന്യത്തിന്റെ വരവ് കണ്ടപ്പോൾ ബനു ഖുറൈള അവരുടെ കോട്ടക്കുള്ളിൽ ഒളിച്ചു. 25 ദിവസം മുസ്ലിങ്ങൾ കോട്ട ഉപരോധം ചെയ്തു. ഇനിയും ഈ നില തുടർന്നാൽ തങ്ങൾ വിശന്ന് ചാകുമെന്ന് കണ്ട യഹൂദർ പല അഭ്യർത്ഥനകളുമായി നബിയെ സമീപിച്ചു. അവയെല്ലാം നബി നിരസിച്ചപ്പോൾ അവസാനം സഅദ് ബിൻ മുആദിന്റെ തീരുമാനത്തിന് വിടാൻ സമ്മതിച്ചു. സഅദിന്റെ ഗോത്രമായ ഔസ് ഗോത്രം ബനു ഖുറൈളയുമായി സഖ്യത്തിലായിരുന്നു. ഖന്തക്കിൽ പറ്റിയ മുറിവ് കാരണം മദീനയിലെ പള്ളിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം നടക്കാൻ കഴിയാത്ത വിധം അവശനായിരുന്നു. തൻ്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് സഅദ് ഇരു കക്ഷികളോടും ഉറപ്പുവാങ്ങി. മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച അക്രമകാരികളായ ജൂതന്മാർക്ക് കടുത്ത നടപടിയാണ് അദ്ദേഹം വിധിച്ചത്. പുരുഷന്മാരെ വധിക്കാനും സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കാനും അദ്ദേഹം വിധിച്ചു. തൗറാത്ത് പരിശോധിച്ച് അത് പ്രകാരമാണ് ഈ വിധി അദ്ദേഹം പ്രസ്താവിച്ചത്. ഈ ബനു ഖുറൈളയുമായുള്ള ചരിത്രം ഈ പറയുന്ന മുജാഹിദുകൾ ഇറക്കിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥത്തിൽ ഇത്രയേ പരാമർശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ ഈ കിതാബിൽ നിന്ന് കഴിയില്ല. കേരളത്തിൽ ഇതിനേക്കാൾ മുമ്പ് ഇറങ്ങിയ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ഗ്രന്ഥം ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തന്നെ സുന്നി വിഭാഗക്കാർ ഇറക്കിയ ഒരു കിതാബാണ്. താരീഖുൽ ഇസ്ലാം എന്നാണ് ആ കിതാബിൻ്റെ പേര്. 1969-70 കാലഘട്ടങ്ങളിലാണ് ആ കിതാബ് ഇറങ്ങിയിട്ടുള്ളത്. ആ കിതാബ് രചിക്കാൻ ആ ഒരു ചരിത്ര ഗ്രന്ഥം വളരെ ബൃഹത്തായൊരു ഗ്രന്ഥമാണ്. എല്ലാ വിഷയങ്ങളും വളരെ ക്ലിയറായിട്ട് വളരെയധികം വിശദീകരിച്ചുകൊണ്ടാണ് ആ കിതാബിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. 20-ലധികം വരുന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ അറബിയിലുള്ള മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വഹീഹായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് കാണുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈ 1400 കൊല്ലമായിട്ട് സ്വഹീഹായി കരുതി വിശ്വസിച്ച് പോരുന്ന ആ മൂലഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ ചരിത്ര വസ്തുതകൾ മലയാളത്തിലേക്ക് ഈ പറഞ്ഞ പണ്ഡിതന്മാർ എഴുതുകയും 1969-70 കാലഘട്ടങ്ങളിൽ ഈ കേരളക്കരയിൽ അത് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ആ താരീഖുൽ ഇസ്ലാം എന്നു പറയുന്ന ആ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ബനു ഖുറൈളയുടെ ചരിത്രം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിജ്റാബ്ദം 5-ാം കൊല്ലം അഥവാ ഹിജ്റ 5-ാം വർഷം ദുൽഖഅദ് മാസം 23-ാം തീയതി ബുധനാഴ്ച ഖന്തക്ക് യുദ്ധം അവസാനിച്ച അന്ന് ബനു ഖുറൈളക്കാരുടെ നേരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധത്തിനായി പുറപ്പെട്ടു. ഖന്തക്കിൽ നിന്ന് വിരമിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രവേശിച്ച് ളുഹർ നമസ്കാരത്തിന് ശേഷം ആയിഷ ബീവിയുടെ ഭവനത്തിൽ പ്രവേശിച്ചു. നബി തിരുമേനി കുളിച്ച് മുടിയൊക്കെ ചീവി നിൽക്കുന്ന സമയത്ത് ജിബിരിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലി. ജിബിരിൽ വെളുപ്പും കറുപ്പും കലർന്ന കുതിരപ്പുറത്ത് കയറിയിട്ടാണ് വന്നത്. ജിബിരിൽ എന്ന് പറയുന്നത് ഒരു മാലാഖയാണ്. പ്രവാചകന് ദിവ്യ സന്ദേശവുമൊക്കെ എത്തിച്ചു കൊടുത്ത ആ മാലാഖയുടെ മലക്കിൻ്റെ പേരാണ് ജിബിരിൽ. ഈ ജിബിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ് വന്ന് കുളിച്ച് മുടിയൊക്കെ ചീകി റെഡിയായി നിൽക്കുന്ന സമയത്താണ്
കയറി വന്ന് നബിയോട് സലാം പറഞ്ഞത്. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ള, താങ്കൾ ആയുധം അഴിച്ചു വെച്ചോ? അഴിച്ചു വെച്ചു എന്ന് തിരുമേനി മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അഴിച്ചു വെച്ചിട്ടില്ല എന്ന് ജിബ്രീൽ പ്രതിവദിച്ചു. അഥവാ റസൂലുള്ളയോട് നിങ്ങൾ യുദ്ധത്തിൻ്റെ ആ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള അഴിച്ചു വെച്ചു എന്ന് പറഞ്ഞു. ജിബ്രീൽ ആകട്ടെ അത് അഴിച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കന്ദക്ക് യുദ്ധത്തിൽ ജിബ്രീലും അതുപോലെയുള്ള മലക്കുകളൊക്കെ പങ്കെടുത്തിരുന്നു എന്നും ആ പങ്കെടുത്ത മലക്കുകൾ റസൂലുള്ളയുടെ അടുത്ത് വന്നിട്ട് അതിൻ്റെ നേതാവായ ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളാരും അഴിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ അഴിച്ചു വെക്കാതെ ആ യൂണിഫോമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പടയങ്കി ഇട്ടുകൊണ്ട് തന്നെ അടുത്ത യുദ്ധത്തിന് പുറപ്പെടാൻ റസൂലുള്ളയെ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ശത്രു സംഘങ്ങൾ സംഘടിച്ച് താങ്കളെ എതിർത്തത് മുതൽ മലക്കുകൾ ആയുധം അഴിച്ചു വെച്ചിട്ടില്ല. ശത്രു സംഘങ്ങൾ അഥവാ ഖുറൈശികളും അതുപോലെ തന്നെ യഹൂദരായിട്ടുള്ള ആ മദീനയിൽ റസൂലിനെതിരെ യുദ്ധം ചെയ്ത ആളുകളൊക്കെയും തന്നെ അഥവാ ശത്രു സംഘങ്ങൾ മുഴുവനും താങ്കൾക്കെതിരെ സംഘടിച്ച ആ സമയം മുതൽ, താങ്കളെ എതിർത്തത് മുതൽ ഞങ്ങൾ മലക്കുകൾ ആരും തന്നെ ഈ പടയങ്കി അഴിച്ചു വെച്ചിട്ടില്ല എന്ന്. അവിടെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് ചോദിക്കാൻ ഒരു സിമ്പിൾ കാര്യം ഞാൻ ചോദിക്കണം. എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ എതിർത്തത് മുതൽ മലക്കുകൾ ആയുധം നിലത്ത് വെച്ചിട്ടില്ല. അവർ നബിയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ശത്രുക്കൾ എവിടെ മുതലാണ് നബിയോട് ഈ തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? ബദർ യുദ്ധം മുതലേ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പ്രവർത്തിച്ചു, അവിടെ ഈ മലക്കുകൾ യുദ്ധം ചെയ്തു, ബദർ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറയുന്നു. ഉഹുദ് യുദ്ധത്തിലും ഇതേ മലക്കുകൾ പങ്കെടുത്തു, ഉഹുദ് യുദ്ധത്തിൽ തോറ്റു. അപ്പോൾ മലക്കുകൾ പങ്കെടുത്ത യുദ്ധമായാലും തോൽവി സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ജിന്നുകളല്ല മലക്കുകളാണ് യുദ്ധത്തിൽ പങ്കെടുത്തതെന്നുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഈ മലക്കുകൾ ആരുടെ സൃഷ്ടിയാണ്? മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാലാഖമാരെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെയല്ല. അവർ തെറ്റുകൾ ചെയ്യില്ല. അവർ സദാസമയവും ദൈവത്തിൻ്റെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ അതുപോലെ പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിൻ്റെ ഓർഡറുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈ പറഞ്ഞ മലക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പോലെ പരിധികളോ പരിമിതികളോ ഒന്നുമില്ല. അവരുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് നമ്മളുടെ ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്രയധികം അള്ളാഹു കഴിവ് കൊടുത്ത അദൃശ്യമായിക്കൊണ്ട് തന്നെ ശത്രുക്കളെ ഇല്ലാണ്ടാക്കാൻ അത്രയധികം കഴിവ് കൊടുത്ത സൃഷ്ടികളാണ് ഈ മലക്കുകൾ. ആ മലക്കുകൾ പങ്കെടുത്ത ഉഹുദ് യുദ്ധത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ എന്നുള്ളത്, അതിന് ന്യായീകരണങ്ങൾ പറയും. മനുഷ്യരായ ആളുകൾ ഗനീമത്ത് സ്വത്തുക്കൾ പിടിച്ചടക്കാൻ പോകുമ്പോഴും മലക്കുകൾ അവിടെ ഉണ്ടല്ലോ. മലക്കുകൾക്ക് മനുഷ്യരെ പോലെ ആക്രാന്തം ഉണ്ടാകില്ലല്ലോ. മനുഷ്യരായ ആളുകൾക്ക് ഗനീമത്ത് സ്വത്തുക്കളോട് ആക്രാന്തം പിടിച്ചിട്ട് അവർ പോയി അത് കളക്ട് ചെയ്യാൻ പോയപ്പോൾ പരാജയം സംഭവിച്ചു. പക്ഷെ അങ്ങനെ ആക്രാന്തമില്ലാത്ത അള്ളാഹുവിനെ സദാസമയം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടി കഴിവും ശക്തിയും ഒക്കെയുള്ള അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം നേർക്ക് നേരെ അള്ളാഹുവിങ്കിൽ നിന്ന് ഇറങ്ങി വന്ന മലക്കുകൾ പങ്കെടുത്തിട്ടും ഉഹുദ് യുദ്ധത്തിൽ പരാജയം സംഭവിച്ചു. ഈ മലക്കുകൾ എന്ന സങ്കല്പം അത് വെറും സങ്കല്പമാണോ അല്ലയോ എന്നുള്ളത് ഈ ഒരു ബനൂ ഖുറൈളയുടെ ചരിത്രത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഈ പറയുന്ന ജിബ്രീൽ, അത് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ ബനൂ ഖുറൈളയോട് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി പുറപ്പെടുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ ബനൂ ഖുറൈളയിൽ എത്തിയ ശേഷം അവിടെ നടന്ന സംഭവങ്ങളിൽ എവിടെയെങ്കിലും ഈ ജിബ്രീലിൻ്റെ സാന്നിധ്യം അവിടെ പറയുന്നതായിട്ട് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ട് കണ്ടിട്ടില്ല. ഇനി നമ്മൾ വായിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ജിബ്രീൽ എന്ന് പറയുന്ന ഈ മാലാഖ നബിയോട് വീണ്ടും യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് ആ മാലാഖയുടെ കൂടെയുള്ള ബാക്കി വരുന്ന മലക്കുകളൊക്കെ ആ ബനൂ ഖുറൈളയിലേക്ക് പുറപ്പെടുന്നതായിട്ടാണ് ഇതിൽ വായിക്കുന്നത്. ആ പുറപ്പെട്ട ആളുകൾ അവിടെ ചെന്ന ശേഷം പിന്നീട് റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊന്നും തന്നെ ഈ പറയുന്ന ജിബ്രീലിൻ്റെ സാന്നിധ്യമോ ജിബ്രീൽ എന്തെങ്കിലും പ്രവർത്തിച്ചതായിട്ടോ ഈ ചരിത്ര ഗ്രന്ഥത്തിൽ ഇത്രയും വിശദമായി അവതരിപ്പിച്ച ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ജിബ്രീൽ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയായി ഒരു പേഴ്സണായിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയിക്കുന്ന തരത്തിലാണ് ഈ ഒരു ചരിത്രത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല കാര്യങ്ങളും
നമ്മുടെ ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പടച്ചവൻ നമുക്ക് നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഫേക്ക് ആണെന്ന് തോന്നുന്ന, അതൊക്കെ വെറും സാങ്കല്പിക കഥാപാത്രങ്ങളാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് പല ചരിത്ര സംഭവങ്ങളും വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഈ ഒരു ചരിത്രത്തിലും അത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ അഡ്വാൻസായി പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരികയും ചെയ്യും. എന്താണ് ബാക്കി അടുത്ത ഭാഗം എന്നുള്ളത് വായിക്കാം. ബനു ഖുറൈള ഗോത്രക്കാരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നും ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ കൂടെയുള്ള മലക്കുകളും അവരുടെ കോട്ടയെ കിടിലം കൊള്ളിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം തുടർന്ന് പറഞ്ഞു. എൻ്റെ ജനങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു, അല്പം സമയം അനുവദിക്കുക എന്ന് തിരുമേനി ജിബ്രീലിനോട് പറഞ്ഞു. താങ്കൾ പുറപ്പെട്ടുകൊള്ളുക. സത്യമായും സഫാ പർവ്വതത്തിന്മേൽ മുട്ട എറിഞ്ഞാലെന്ന പോലെ അവരെ ഞാൻ തകർത്ത് കളയും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രസ്താവിച്ചു. തന്നോടൊപ്പം മലക്കുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ യാത്ര തിരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം കുതിരയെ ഓടിച്ചപ്പോൾ അൻസ്വാറുകളുടെ ഭവനങ്ങളുടെ ഭാഗത്തു നിന്ന് പൊടിപടലം പൊങ്ങുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിഷ ബീവി നബിയുടെ ഭാര്യയാണ്. ആയിഷ ബീവി പറയുന്നു, ഖന്തക്കിൽ നിന്ന് വിരമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വാതിലിൽ മുട്ടി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ വാതിൽക്കൽ ചെന്നു. ഞാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. അപ്പോൾ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ നബിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഈ പറയുന്ന ജിബ്രീൽ എന്ന മാലാഖ വന്ന ആ സംഭവം ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യാണ്. ആയിഷ ബീവി പറയുകയാണ്. ആയിഷ ബീവിക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടായ അനുഭവം എന്നുള്ളത് ആയിഷ ബീവി പറയുകയാണ്. ഖന്തക്കിൽ നിന്ന് വിരമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ വന്ന് അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് വാതിൽക്കൽ മുട്ടി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ വാതിൽക്കൽ ചെന്ന് ഞാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡോർ തുറക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ പുറകിൽ അദ്ദേഹത്തെ അനുഗമിച്ചു, പുറകിൽ ചെന്നു. ഞാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. അപ്പോൾ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ നബിയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരിച്ചു പോന്നു. അയാളെ പറഞ്ഞു വിട്ട് തിരുമേനി എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ വന്ന ആൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ അയാളെ കണ്ടുവോ എന്ന് നബി ആയിഷ ബീവിനോട് തിരിച്ചു ചോദിച്ചു. അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം നബി ആയിഷ ബീവിയുടെ അടുത്ത് വന്നു. അപ്പോൾ ആയിഷ ബീവി റസൂലിനോട് ചോദിച്ചു ആരാണ് ആ വന്നത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ചോദിക്കുകയാണ് ആ വന്ന ആളെ നീ കണ്ടോ എന്ന്. അപ്പോൾ ആയിഷ ബീവി പറയുകയാണ് അതെ ഞാൻ കണ്ടു എന്ന് ഉത്തരം നൽകി. അയാൾ ആരെ പോലെ ഇരിക്കുന്നു എന്ന് നബി ആയിഷ ബീവിയോട് തിരിച്ച് ചോദിച്ചു. ആ സമയത്ത് ആയിഷ ബീവി മറുപടി പറയുകയാണ് ദിഹിയത്തുൽ കൽബിയെ പോലെ ഇരിക്കുന്നു എന്ന് ഞാൻ ഉത്തരം നൽകി. അപ്പോൾ ശരി, അത് ജിബ്രീലാണ്. ബനു ഖുറൈളയുമായി യുദ്ധത്തിന് പുറപ്പെടാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവി നബിയോട് പറയുന്നത് എന്താണ്? ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വന്നത് എന്ന്. കാരണം ദിഹിയത്തുൽ കൽബീനെ ആയിഷ ബീവി കണ്ടു. ആ വന്ന ആൾ ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് ആയിഷ ബീവി കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ ആയിഷ ബീവി റസൂലിനോട് പറയുകയാണ് അത് ദിഹിയത്തുൽ കൽബി അല്ലേ വന്നത്, ഞാൻ കണ്ടത് ദിഹിയത്തുൽ കൽബിനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ തിരിച്ച് പറയുന്നത് എന്താണ്? അത് ദിഹിയത്തുൽ കൽബി അല്ല, അത് ജിബ്രീലാണ് എന്ന്. ജിബ്രീലാണെന്ന് മാത്രമല്ല ബനു ഖുറൈളയിലേക്ക് ചെല്ലാനായിട്ട് ജിബ്രീൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇവിടെ നിങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ആയിഷ ബീവി എന്ന് പറയുന്ന റസൂലിൻ്റെ ഭാര്യയായ അവർ കണ്ടത്, ആ വന്ന ആളെ കണ്ടത് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ്. പക്ഷെ റസൂല് പറയുകയാണെന്ത്? അത് ദിഹിയത്തുൽ കൽബി അല്ല, അത് ജിബ്രീലാണെന്നും ആ ജിബ്രീൽ, ആ വന്ന ദിഹിയത്തുൽ കൽബിയുടെ കോലത്തിൽ വന്ന ആ ജിബ്രീൽ ഈ പറയുന്ന ബനു ഖുറൈളയിൽ പോയിട്ട് ആക്രമണം നടത്താൻ അല്ലെങ്കിൽ യുദ്ധം നടത്താനായിട്ട് ഉപദേശിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതേ ദിഹിയത്തുൽ കൽബിനെ വേറെയും ചില ആളുകൾ കണ്ടിട്ടുണ്ട്. അത് ബാക്കി ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുക? നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമ്മളുണ്ടെങ്കിൽ ഈ ചരിത്രങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇതിപ്പോൾ അഹ്ലു സുന്നത്തിൻ്റെ കിതാബിൽ നിന്ന്, ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. ഈ ഗ്രന്ഥം എഴുതിയത് മനുഷ്യരാണ്. ഇതിനു മുമ്പ് ഇവർ അവലംബമാക്കിയ 20ഓളം ഗ്രന്ഥങ്ങൾ, അറബി 20ഓളം മൂലഗ്രന്ഥങ്ങൾ എഴുതിയതും മനുഷ്യരാണ്. ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ അതൊന്നും നമുക്കറിയില്ല. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം വരുന്ന
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സുന്നി വിഭാഗത്തിലെ പണ്ഡിത പുരോഹിതന്മാർ മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകളെ ഇസ്ലാം മതത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഇതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളാകില്ല, നമ്മൾ ഇസ്ലാം മതവിശ്വാസികളാകില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മളിത് വായിക്കുന്നത്. ഈ ചരിത്ര സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ, അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വസ്തുതകൾ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് ഉള്ളതെങ്കിൽ, പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളുടെ നിലപാട് എന്തായിരിക്കുമെന്ന്, നമ്മൾ ജീവിച്ചിരിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ സ്വയം നമ്മുടെ മനസാക്ഷിയോട് ഒന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ്, നമ്മുടെ മനസാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് സത്യസന്ധനായ ഒരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക. ബാക്കി എന്താ പറഞ്ഞത് നോക്കാം. യുദ്ധത്തിന് പുറപ്പെടുവാൻ ജനങ്ങൾക്ക് ആഹ്വാനം നൽകുവാനായി തിരുമേനി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു. സ്വഹാബിമാർ നബിയുടെ സന്നിധിയിൽ ഹാജരായി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുന്നോടിയായി നിയോഗിച്ചു. ഒരു സംഘത്തെ ആദ്യം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യം അങ്ങോട്ടേക്ക് അയച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ പടയങ്കി ധരിച്ചു. മുഖയങ്കി ഇട്ട ശേഷം പടത്തൊപ്പി ധരിച്ചു, ഖഡ്ഗം ധരിച്ചു, വില്ലണിഞ്ഞു, വാളും വില്ലുമൊക്കെ അണിഞ്ഞു. അമ്പു നിറച്ച ആവനാഴി തൃക്കൈയിലെടുത്തു. ലുഹൈഫ എന്ന കുതിരപ്പുറത്ത് കയറി ആയുധധാരികളായ 3000 സ്വഹാബിമാരോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. ഈ ബനു ഖുറൈളയെ നേരിടുന്നതിന് വേണ്ടി 3000-ഓളം സ്വഹാബികളാണ് പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 കുതിരകളടക്കം 36 കുതിരകളാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. ആ സേന മുമ്പോട്ട് നീങ്ങിയപ്പോൾ അൻസ്വാറുകളിൽ ചിലർ ആയുധമണിഞ്ഞ് നിൽക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. കുറച്ചു മുമ്പ് വല്ലവരും ഇതുവഴി പോയിരുന്നത് നിങ്ങൾ കണ്ടുവോ എന്ന് അൻസ്വാരികളോട് നബി ചോദിച്ചു. ആ അൻസ്വാറുകൾ മറുപടി നൽകി, ദിഹിയത്തുൽ കൽബി അയാളുടെ വെള്ള കുതിരയുടെ പുറത്ത് ഇതിലെ പോകുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ നേരത്തെ ആയിഷ ബീവി പറഞ്ഞ ദിഹിയത്തുൽ കൽബി ഏതിലൂടെയും പോയിട്ടുണ്ട്, ഈ അൻസ്വാറുകൾക്കിടയിലൂടെയും പോയിട്ടുണ്ട്. അൻസ്വാറുകൾ അത് കണ്ടിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഴിയിലുള്ള അൻസ്വാറുകളോട് ചോദിക്കുകയാണ്, ഇതിലൂടെ ആരെങ്കിലും പോകുന്നത് കണ്ടോ എന്ന്. അപ്പോൾ അവർ മറുപടി പറയുകയാണ്, ദിഹിയത്തുൽ കൽബി ഇതിലേ പോകുന്നുണ്ട് എന്ന്. അപ്പോൾ റസൂൽ അവരോടും പറയുകയാണ്, അത് ജിബ്രീലാണ്, ഉടനെ പുറപ്പെട്ടുകൊള്ളുക എന്ന് നബി അവർക്ക് നിർദ്ദേശം നൽകി. ആ അൻസ്വാറുകളോട് നബി പറയുകയാണ്, അത് ദിഹിയത്തുൽ കൽബി അല്ല, അത് ജിബ്രീലാണ്, ഉടനെ പുറപ്പെട്ടുള്ളൂ എന്ന്. നിങ്ങളുടെ നിഷ്കളങ്കമായി ചെറിയ ബുദ്ധിയോട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ജിബ്രീൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഓർഡർ പ്രകാരം ആ ജിബ്രീൽ എന്ന മാലാഖ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതമായ ഏറ്റവും, നമ്മളിപ്പോൾ പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഓരോ രാജ്യത്തിൻ്റെ രാജാക്കന്മാർ, നേതാക്കന്മാരൊക്കെ ഇല്ലേ, അവരെക്കാളൊക്കെ എത്രയോ ഉന്നതങ്ങളിൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രത്യേക ദൂതനായി ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് പുറപ്പെട്ട VVIPകൾ അതിനേക്കാൾ മുകളിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലുള്ള ഈ മാലാഖ, ഈ ജിബ്രീൽ വന്നിട്ട് ഈ വേറൊരാളുടെ കോലത്തിൽ വന്ന് ഈ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ഒരു ഒളിച്ചു കളിയുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. അങ്ങനെ ഒരു ഒളിച്ചു കളി, ഒരു മാലാഖ വന്നിട്ട് വേറൊരാളുടെ കോലത്തിൽ വരിക, എന്നിട്ട് ആ ആളോട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ആവശ്യം, ബനു ഖുറൈളയിൽ പോയിട്ട് അവർ അക്രമം നടത്തിക്കൊള്ളുക പറയുക. എന്നിട്ട് ആ ആൾ അതിലെ പോകുന്നത് കണ്ട ആളുകൾ, ആ കണ്ട ആളുകളോട് റസൂൽ ചോദിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും പോകണ കണ്ടോയെന്ന് ചോദിച്ചാൽ അവർ പറയാണ് ദിഹിയത്തുൽ കൽബിയാണ് പോയതെന്ന് പറഞ്ഞാൽ അല്ല, അത് ജിബ്രീലാണെന്ന് പറയുക. ആ കണ്ട ആളുകൾ, ആ കണ്ട അൻസ്വാറുകളില്ലേ, ആ ആയിഷ ബീവിയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ, ഈ അൻസ്വാറുകളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? നമ്മളുടെ ഒരു ആത്മീയ നേതാവ് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. തൊണ്ട തൊടാതെ എല്ലാം വിഴുങ്ങുന്ന അടിമ മൈൻഡോടുകൂടി ഈ പറയുന്ന സംഭവങ്ങളെ നോക്കിക്കാണുന്ന അടിമ വിശ്വാസികളായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ അന്നുള്ളതെങ്കിൽ നമ്മളത് തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിക്കും. ഇന്നും അങ്ങനെയാണുള്ളതെങ്കിൽ ഈ പറഞ്ഞ ചരിത്രങ്ങൾ അതുപോലെ തൊണ്ട തൊടാതെ വിശ്വസിക്കും. എന്നാൽ പ്രാക്ടിക്കലായിട്ട് പടച്ചവൻ തന്ന വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിശ്വാസിക്കും ഈ പറയുന്ന സംഭവങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ സാധ്യമല്ല. കാരണം ഇങ്ങനൊരു ഒളിച്ചു കളിയുടെ ഒരു ആവശ്യം പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് എന്താണ് അങ്ങനെ ഒരു ആവശ്യമുള്ളത്? അവൻ്റെ ആദർശം പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, അവൻ്റെ ആശയം ഇവിടെ
സംസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഒളിച്ചു കളിയുടെ ആവശ്യമുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം അൻസ്വാറുകളോടും പറയുന്നത് അത് ജിബ്രീലാണ്, ഉടനെ പുറപ്പെട്ടുകൊള്ളുക എന്ന്. അലിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട മുന്നോടി സൈന്യം ബനു ഖുറൈളക്ക് കോട്ടയുടെ അടുത്തെത്തി. കോട്ടയുടെ അടുത്ത് കൊടി നാട്ടി. ആ സംഘത്തിൽ അൻസ്വാറുകളും മുഹാജിറുകളും ഉണ്ടായിരുന്നു. മുസ്ലിം സേനയെ കണ്ടപ്പോൾ യഹൂദികൾ കോട്ടയുടെ വാതിൽ പൂട്ടി മാളികയിൽ കയറി ഇരുന്നു കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അസഭ്യങ്ങൾ പുലമ്പി. ഞങ്ങൾ നിങ്ങൾക്കുമിടയിൽ വാളുകൾ തീരുമാനമുണ്ടാക്കും എന്നു മാത്രം പറഞ്ഞുകൊണ്ട് സ്വഹാബികൾ അക്ഷോഭ്യരായി വർത്തിച്ചു. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബനു ഖുറൈളക്കാർ തട്ടിൻ്റെ മുകളിൽ കയറിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കൊടുക്കുന്ന മറുപടി എന്താണ്? ആ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളും നിങ്ങൾക്കും ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ വാളുകൾ തീരുമാനമുണ്ടാക്കും. അവർ തെറി വിളിക്കുമ്പോൾ അതുപോലെ ഇനി ഇവർക്കത് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ, ക്ഷമയും സഹനവും ഇതൊന്നും ഇല്ലെങ്കിൽ തിരിച്ച് തെറി വിളിക്കുക. അവർ തെറി വിളിച്ചാൽ തിരിച്ച് നിങ്ങൾ തെറി വിളിക്കും. അപ്പോൾ തെറി വിളിച്ചു എന്നുള്ള സംഭവമാണ് വരിക. അവരോട് പറയുന്നത് നിങ്ങളും ഞങ്ങൾക്കും ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ വാളുകൾ പരിഹാരമുണ്ടാക്കുമെന്ന്. കാരുണ്യത്തിൻ്റെ വാക്കുകളായിട്ടാണോ അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രതികരണമാണോ സഹാബത്തിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പോഴേക്കും തിരുമേനിയും സേനയും അകലെ നിന്ന് വരുന്നതായി അവർ കണ്ടു. പതാകയുടെ മേൽനോട്ടം ഖദാത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓടി. യാ റസൂലല്ലാഹ്, താങ്കൾ ഈ നീചന്മാരുടെ സമീപത്ത് ചെല്ലാതിരിക്കണമെന്ന് അലി റസൂലിനോട് അഭ്യർത്ഥിച്ചു. അവരെന്നെ പുലഭ്യം പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. ശരി, ഞാൻ അടുത്തെത്തിയാൽ അവരത് പറയുകയില്ല എന്ന് തിരുമേനി പ്രതിവദിച്ചു. തിരുമേനി ബനു ഖുറൈളക്കാരുടെ കോട്ടക്ക് അടുത്തെത്തി. ഹേ കുരങ്ങിൻ്റെ വംശമേ, അള്ളാഹു നിങ്ങളെ അപമാനിച്ചില്ലേ? യാ ബനി ഇസ്രായേല എന്നല്ല പറഞ്ഞത് കേട്ടോ. ഹേ കുരങ്ങിൻ്റെ വംശമേ, അള്ളാഹു നിങ്ങളെ അപമാനിച്ചില്ലേ? ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടുണ്ടായിരിക്കുമോ? എന്താ ഇങ്ങനെ പറഞ്ഞത്? അല്ലാഹു ആലം. ഹേ കുരങ്ങിൻ്റെ വംശമേ, അള്ളാഹു നിങ്ങളെ അപമാനിച്ചില്ലേ എന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത് എന്താണ്? യാ അബുൽ ഖാസിം. ഈ അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മകൻ്റെ പേരാണ് ഖാസിം. യാ അബുൽ ഖാസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാസിമിൻ്റെ പിതാവേ. യാ അബുൽ ഖാസിം, ഖാസിമിൻ്റെ പിതാവേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുരങ്ങിൻ്റെ വംശമേ എന്ന് വിളിക്കുമ്പോൾ അവർ തിരിച്ച് റസൂലിനെ സംബോധന ചെയ്യുന്നത് യാ അബുൽ ഖാസിം എന്നാണ്. യാ അബുൽ ഖാസിം, താങ്കൾ അറിവില്ലാത്ത ആളല്ലല്ലോ എന്ന് അവർ മറുപടി പറഞ്ഞു. കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരെ, നിങ്ങൾ എന്നെ പുലഭ്യം പറഞ്ഞുവോ? പിശാചിനെ ആരാധിക്കുന്നവരെ, നിങ്ങളെ അള്ളാഹു ശിക്ഷിച്ചില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വായിക്കുന്നത് താരീഖുൽ ഇസ്ലാം, സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മളാണോ മോശക്കാരനാക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ കാരുണ്യത്തിൻ്റെ തിരുദൂതനെ പൊതുസമൂഹത്തിൻ്റെ ഇടക്ക് നമ്മളാണോ മോശക്കാരനാക്കുന്നത്, അവഹേളിക്കുന്നത്, അല്ലെങ്കിൽ അപമാനിക്കുന്നത്, റസൂലിനെ ഈ തരത്തിൽ നിന്ദിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മളാണോ? ഇതുപോലെയുള്ള താരീഖുൽ ഇസ്ലാം പോലെയുള്ള ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആളുകളാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് നിഷേധിച്ചാൽ അവൻ മുർത്തദ്ദാണ് എന്നാണ്. അവന് മുഴുവൻ ഹദീസ് നിഷേധിച്ച, റസൂലിൻ്റെ സുന്നത്തിനെ നിഷേധിച്ച മുർത്തദ്ദായ വ്യക്തിയാണെന്നാണ്. ഈ സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളാണിത്. 20ഓളം ഗ്രന്ഥങ്ങളിൽ നിന്നും അറബി മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തെഴുതിയിട്ട് മലയാളത്തിലേക്ക് എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ മഹാ തിരുദൂതൻ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ സംബോധന ചെയ്യുന്ന വാക്കുകളാണ് നിങ്ങൾ പച്ച മലയാളത്തിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരേ. എത്ര സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലുണ്ട് എന്ന് വിളിച്ച് പറയുക, ഇതിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇങ്ങനെയാണ് റസൂലുള്ളാഹിയെക്കുറിച്ച് ഈ ചരിത്ര ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, നമ്മൾ മുർത്തദ്ദുകളാണ്, ചേകന്നൂരികളാണ്, ഇങ്ങനെ ഓരോ ഊരുന്ന ആളുകളായിട്ട് ഇവർ പരിചയപ്പെടുത്തും. ഈ എഴുതിയ ഈ സാധനം ഉണ്ടല്ലോ, ഈ സംഭവം നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾ വാങ്ങിയിട്ട് ഈ വാചകങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. കാരുണ്യത്തിൻ്റെ തിരുദൂതർ ബനൂ ഖുറൈള ഗോത്രക്കാരെ വിളിച്ച വേർഡുകൾ ഇതാണ്. ഇത് വിളിച്ച വേർഡുകളാണ്. ഈ ചെയ്ത കാര്യങ്ങൾ പിന്നീട് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കാരുണ്യത്തിൻ്റെ തിരുദൂതനെ
പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൽ. നമുക്ക് ആർക്കെങ്കിലും കാരുണ്യത്തിൻ്റെ തിരുദൂതനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ ഉള്ളത് കൊണ്ടല്ല. ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ മഹാനായ പ്രവാചകനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെയാണ് പ്രവാചകനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്തിനാ ഇത് പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മളോട് ഉസ്താദുമാർ പറഞ്ഞു തരുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മളെപ്പോലെയുള്ള ആളുകളെ ഈ വേർഡുകൾ ഉപയോഗിച്ച് വിളിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഇത്രയും അറിവുള്ളൊരു മനുഷ്യൻ എന്താണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? മൃഗങ്ങളുടെ പേരിൽ നമ്മളെ മനുഷ്യന്മാരെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം വായിച്ച ഒരാൾ അയാൾ എന്താ കരുതുക? അള്ളാൻ്റെ റസൂല് ആദമിൻ്റെ മക്കളായ ഈ ബനൂ ഖുറൈള ആദമിൻ്റെ മക്കളാണല്ലോ. അള്ളാഹു ആദരിച്ച വ്യക്തികളാണ് സകല മനുഷ്യരും. ഈ ഭൂമിയിലെ സകല മനുഷ്യരും അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആളുകളാണല്ലോ ഈ മനുഷ്യന്മാർ. ബനൂ ഖുറൈളക്കാരോ എല്ലാവരും ആദമിൻ്റെ മക്കളാണല്ലോ. ആ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തല്ല, അള്ളാഹുവിൻ്റെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ പ്രവാചകനായ വഹിയുള്ള ആ പ്രവാചകൻ വിളിക്കുന്ന വേർഡാണ് എന്ത്? കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരേ. ഇത് ഈ ഗ്രന്ഥത്തിലുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വായിക്കുന്നത്, എൻ്റെ വക വായിക്കുന്നതല്ല. ഇവരവതരിപ്പിക്കുന്ന പ്രവാചകൻ ഇങ്ങനത്തെ ആളാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇത് വായിക്കുന്നത് വരെ പ്രവാചകനെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു കാരണവശാലും എൻ്റെ പ്രവാചകൻ ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കുന്ന ആളല്ല, അങ്ങനെ ഉപയോഗിക്കില്ല. അതൊരു ഗോത്ര നേതാവിന് ഗോത്രീയ ചിന്തയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു സംഭവമില്ലാത്ത ഒരു സാധാരണ ഗോത്രീയ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ വിളിക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അങ്ങനെ വിളിക്കാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ വഹിയുള്ള ഒരു പ്രവാചകന്, പരിശുദ്ധനായ പ്രവാചകന് ഒരിക്കലും ഇത്തരം വേർഡ്സ് ഉപയോഗിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ള അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? നമ്മളാരും അന്ന് ജീവിച്ചിരിപ്പില്ല, നമുക്കറിയില്ല. ഈ ചരിത്ര ഗ്രന്ഥത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന ചരിത്ര ഗ്രന്ഥമില്ലേ, ആ ഗ്രന്ഥത്തിൽ റസൂലുള്ള ഇങ്ങനെ വിളിച്ചു എന്ന് പറയുന്നു. നമ്മൾ എന്ത് നിലപാടെടുക്കണം? ഈ ചോദ്യം നിങ്ങളോട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് നിങ്ങൾ സ്വയം ഒരു പുനർവിചിന്തനം നടത്താനും എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ആ മിസ്റ്റേക്കുകൾ തിരുത്താനുമാണ്. ഗ്രന്ഥത്തിൽ ഇതുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതും ഇത് യഥാർത്ഥത്തിലുള്ളതാണ് എന്നുമാണെങ്കിൽ ഒരു കാരണവശാലും 2025 ജീവിക്കുന്ന ഒരു മുഅ്മിനായ ഒരു വ്യക്തിക്ക്, ഒരു സത്യവിശ്വാസിയായ നല്ല മനുഷ്യത്വമുള്ളൊരു വ്യക്തിക്ക്, മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യനെ, മറ്റൊരു മനുഷ്യനെ, അവൻ ഏത് ജാതിയോ മതമോ ഏത് നിലക്കുള്ള ആളായിക്കോട്ടെ, അവനെ കുരങ്ങിൻ്റെ മകനെന്നോ അല്ലെങ്കിൽ കുരങ്ങിൻ്റെ വംശമെന്നോ പന്നിയുടെ വംശമെന്നോ വിളിക്കാൻ സാധിക്കുമോ? 2025 ഒരു മതവും ഇല്ലാത്തൊരു വ്യക്തിക്ക്, ഒരു ദൈവിക ബോധവും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരല്പം മനുഷ്യത്വം ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഈ പറഞ്ഞ പേരിൽ മറ്റുള്ള മനുഷ്യരെ വിളിക്കുമോ? ഇത് അഷ്റഫുൽ ഖൽക്ക്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായൊരു പ്രവാചകൻ വിളിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥം പറയുകയാണ്. ഇനി ഈ പ്രവാചകൻ ഇതേ ബനൂ ഖുറൈളയോട് എന്താണ് ചെയ്തതെന്ന് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരെ, നിങ്ങൾ എന്നെ പുലഭ്യം പറഞ്ഞുവോ? പിശാചിനെ ആരാധിക്കുന്നവരെ. റസൂലുള്ളയെ അവർ പുലഭ്യം പറഞ്ഞു എന്നാണ്. ആ പുലഭ്യം പറഞ്ഞതിന് റസൂൽ തിരിച്ചു പറയുന്നത് എങ്ങനെയാണ്? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നന്മയും തിന്മയും തുല്യമാകില്ല. തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, അപ്പോൾ നിങ്ങളുടെ കടുത്ത ശത്രുവും നിങ്ങളുടെ ആത്മമിത്രമായി മാറുന്നത് കാണാമെന്ന് ഈ പരിശുദ്ധ ഖുർആനിലൊരു ആയത്താണ് ഞാൻ ഓതിയത്. ആ ഒരു ആയത്തിൽ പറഞ്ഞ ആശയാടിസ്ഥാനത്തിൽ പ്രവാചകൻ ഇത് ചെയ്യുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നന്മയും തിന്മയും സമമാകില്ല. ഒരു തിന്മക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഏറ്റവും നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. അവർ റസൂലിനെ പുലഭ്യം പറഞ്ഞു. അപ്പോൾ തിരിച്ച് റസൂൽ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പറയേണ്ടത്? മാന്യമായ രൂപത്തിലാണ് യാ ബനൂ ഖുറൈള എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവരെ ഓരോരുത്തരുടെ പേരറിയുമെങ്കിൽ അത് വിളിക്കുക. അല്ലാതെ കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശമേ എന്ന് വലാ തസ്തവിൽ ഹസനത്ത് വലസയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്ന ആയത്ത് നന്മയും തിന്മയും സമമാവുകയില്ലെന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന ആയത്ത് അവതരിച്ച അതേ റസൂല് ഇങ്ങനെ വിളിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അപ്പോൾ ഇതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്. ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നു അങ്ങനെ, ചരിത്രത്തിൽ പറയുന്നു ഇങ്ങനെ. ചരിത്രം ശരിയാണെങ്കിൽ ഖുർആനിൽ ആ പറഞ്ഞത് ഫേക്കാണ്, ഖുർആനിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് ഫേക്കാണ്. ഇതെല്ലാത്തിലും ഒരുപാട് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളിൽ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രകളുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ പഠന സെക്ഷനുകളിൽ അത് ഓരോന്നോരോന്ന് നിങ്ങൾ ശ്രദ്ധയോടെ നിഷ്കളങ്കമായി യാതൊരുവിധ മുൻവിധിയുമില്ലാതെ ഈ ചരിത്ര ഗ്രന്ഥങ്ങളെ നിങ്ങൾ സമീപിക്കുക. ഏത് കാര്യങ്ങളെയും മുൻവിധിയില്ലാതെ സമീപിച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എന്താ പറഞ്ഞാൽ നോക്കാം. ഞങ്ങൾ താങ്കളെ ദുഷിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ തിരിച്ചു മറുപടി പറയുകയാണ്, ഞങ്ങൾ താങ്കളെ ദുഷിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർ ആണയിട്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉസൈദ് ബിൻ ഹലീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രുക്കളെ, മടയിൽ കുടുങ്ങിയ കുരങ്ങനെ പോലെ നിങ്ങൾ കോട്ടക്കകത്ത് കിടന്ന് ചത്തുകൊള്ളുക. ഒരു സ്വഹാബിയുടെ വാക്കുകളാണ്. നിങ്ങൾ മടയിൽ കുടുങ്ങിയ കുരങ്ങന്മാരെ പോലെയുള്ള നിങ്ങൾ കോട്ടക്കകത്ത് കിടന്ന് ചത്തുകൊള്ളുക. ഇത് കേട്ടപ്പോൾ അവർ ഭയചകിതരായി മാറി. അവർ പറഞ്ഞു, യാ ഇബ്നു ഹലീർ, ഞങ്ങൾ നിങ്ങളുമായി ഉടമ്പടി ചെയ്തവരാണല്ലോ. അപ്പോൾ ഈ ഇബ്നു ഹലീർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഈ ബനു ഖുറൈള ഉടമ്പടി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഇദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യാതൊരു ഉടമ്പടിയും ഇല്ല എന്ന് അദ്ദേഹം മറുപടി നൽകി. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്. ഈജിപ്ത്, മിഥ്യ എന്നീ 2 നാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഐലത്ത് എന്ന നാട്ടിലെ യഹൂദികൾ ഉടമ്പടികൾക്കെതിരായി ഒരു ശനിയാഴ്ച മത്സ്യനായാട്ട് നടത്തുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനാൽ ദാവൂദ് നബി പ്രാർത്ഥിച്ചത് മൂലം അവർ കുരങ്ങുകളായി രൂപാന്തരപ്പെട്ടു. ഈസാ നബിയുടെ അനുയായികൾ തെറ്റായി പ്രവർത്തിച്ചപ്പോൾ ഈസാ നബി പ്രാർത്ഥിച്ചത് മൂലം അവിവാഹിതരായ 5000 പുരുഷന്മാർ പന്നികളായി രൂപാന്തരപ്പെട്ടു. 3 ദിവസം അവർ ഭക്ഷണമോ പാനീയമോ കിട്ടാതെ കഷ്ടപ്പെട്ടു. അനന്തരം കൂട്ടത്തോടെ ചത്തുപോവുകയും ചെയ്തു. ഈ വസ്തുതകൾ അനുസ്മരിച്ചുകൊണ്ടാണ് കുരങ്ങന്മാരുടെ വംശമേ, പന്നികളുടെ വംശമേ എന്നൊക്കെ പ്രവാചകൻ തിരുമേനി ആഹ്വാനം ചെയ്തത്. മുൻകാല പ്രവാചകന്മാരുടെ ഇടയിലുണ്ടായ ഒരു സംഭവത്തെ തൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാലഘട്ടത്തിലെ ആളുകൾ അന്ന് നിലവിലുള്ള പ്രവാചകന്മാരെ ധിക്കരിച്ചിട്ടോ അല്ലെങ്കിൽ അനുസരണക്കേടോ കാണിച്ചിട്ടോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവരെ പന്നികളായിട്ടും കുരങ്ങന്മാരുമായിട്ട് ദൈവം മാറ്റിയെന്നാണ്. ഈ പറയുന്ന അനുസരണക്കേട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? അതേ ദൈവമാണ്. ആ ദൈവം തന്നെയാണ് ഈ പറഞ്ഞ അനുസരണക്കേട് കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പന്നികളും കുരങ്ങന്മാരുമാക്കിയത്. ആ ഒരു ഓർമ്മ പുതുക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഞാൻ പറഞ്ഞ പന്നികളുടെ വംശമേ, കുരങ്ങന്മാരുടെ വംശമേ എന്ന് വിളിച്ചത് പോലും. ഈസാ നബിയുടെയും ദാവൂദ് നബിൻ്റെയും ആ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് ആ വിളിച്ച കുരങ്ങന്മാരെ പന്നികളുടെ വംശമേ എന്ന് വിളിച്ചതിനെ ന്യായീകരിച്ചിട്ടുള്ളത്. യഹൂദികളുടെ കോട്ടയെ 25 ദിവസക്കാലം മുസ്ലിങ്ങൾ ഉപരോധിച്ചു. ഈ ബനു ഖുറൈളക്കാർ കോട്ടക്കകത്ത് വാതിലടച്ചിരിക്കുകയാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ ഒരു കോട്ടയെ ഈ മുസ്ലിങ്ങൾ 25 ദിവസമാണ് ഉപരോധിച്ചത്. ആ ദിവസങ്ങളിൽ സ്വഹാബിമാരുടെ ഭക്ഷണം കാരക്കയായിരുന്നു. കാരക്ക ഉത്തമമായ ഭക്ഷണമാകുന്നു എന്ന് ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി. ആ സമയത്ത് സ്വഹാബികൾ കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, കാരണം അവിടെ നിന്ന് നീങ്ങാൻ പറ്റില്ല, അവിടെ നിന്നുകൊണ്ട് അവർ കഴിച്ചിരുന്നത് കാരക്കയാണെന്ന്. കോട്ടക്കകത്ത് കെണിഞ്ഞ യഹൂദികൾ എല്ലാ നിലയിലും വിഷമിച്ചു. ഭയം അവരെ ഗ്രസിച്ചു. ഖന്തക്ക് യുദ്ധത്തിന് വിത്തിറക്കിയ ഹുയയ്യ് ബിൻ അഖ്തബും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഖന്തക്ക് യുദ്ധത്തിൽ നിന്ന് ഓടിയ ആ മുസ്ലിം ശത്രു ബനു ഖുറൈളക്കാരുടെ കോട്ടയിലാണ് എത്തിച്ചേർന്നത്. യഹൂദികളുടെ കൂട്ടത്തിലെ അബൂജഹലായിരുന്നു ഈ ഹുയയ്യ് എന്ന് പറയുന്ന ആൾ. ബനു ഖുറൈളക്കാരുടെ നേതാക്കളിൽ ഒരാളായിരുന്നു കഅബ് ബിൻ ഉസൈദ്. സംഭവം ഗൗരവകരമായ ആപത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ അയാൾ യഹൂദികളോട് ഇപ്രകാരം പറഞ്ഞു, യഹൂദരെ, സംഭവം ഈ നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് രക്ഷ നേടാൻ 3 മാർഗങ്ങളാണ് ഞാൻ കാണുന്നത്. ആ 3 മാർഗങ്ങളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അവയിൽ നിന്ന് യുക്തമെന്ന് തോന്നുന്നത് ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക. മുഹമ്മദ് റസൂലാണ്, നബിയാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. തൗറാത്തിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മുഹമ്മദിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദിനെ തുടർന്ന് ജീവിക്കുകയാണ് ആവശ്യം. മുഹമ്മദ് വിശ്വസിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ബനു ഇസ്രായേലിലല്ല, അറബികളാണല്ലോ. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നതിന് ഇവരെ തടയുന്നത് അറബികളായിട്ടുള്ള ആളുകളാണ്, ബനു ഇസ്രായേലുകളായിട്ടുള്ള ആളുകളല്ല. ഈ ബനു ഖുറൈളക്കാർ മുഹമ്മദിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണം അറബികളാണെന്നാണ്. അറബികൾ എന്തോ മഹാസംഭവമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വായിക്കുക. ഈ ബനു ഇസ്രായേലികളല്ല ബനു ഖുറൈളക്കാർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ തടസ്സം നിൽക്കുന്നത് അന്നത്തെ അറബികളാണ്. മുഹമ്മദിനോടുള്ള അസൂയയും പകയുമാണ് ഈ അറബികൾ അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം. മുഹമ്മദുമായിട്ടുള്ള ഉടമ്പടി ദുർബലപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഇരിക്കുന്ന മാന്യനാണ് ആ അനർത്ഥമുണ്ടാക്കിയത്. ഈ നാട്ടിൽ ഒരു നബി വരുമെന്നും ആ നബിയെ നിങ്ങൾ തുടരണമെന്നും പ്രസ്തുത നബി നിങ്ങൾക്ക് തുണയേകുമെന്നും
ആദ്യത്തെ കിതാബിലും അവസാനത്തെ കിതാബിലും നിങ്ങൾ വിശ്വസിക്കണമെന്നും അത് തൗറാത്തും ഫുർഖാനുമാണെന്ന് ഇബ്നു ഗർഷ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് മുഹമ്മദ് നബിയെ തുടരാം. കഅബിന്റെ ഈ അഭിപ്രായം അവർ സ്വീകരിച്ചില്ല. തൗറാത്തല്ലാത്ത മറ്റൊരു മതം ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. ബനൂ ഖുറൈളക്കാർ തൗറാത്തല്ലാത്ത, തൗറാത്തിനെ വിശുദ്ധ ഗ്രന്ഥമായി വിശ്വസിക്കുന്ന, തൗറാത്ത് പഠിപ്പിക്കുന്ന ഒരു ദൈവസങ്കല്പം ഫോളോ ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അത് വിടില്ല എന്ന് പറയാൻ തീർച്ചയായും ന്യായമായിട്ടും അവർക്ക് അവകാശമില്ലേ? ബനൂ ഖുറൈളക്കാർക്ക് അവകാശമില്ലേ? പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനെ ദൈവിക ഗ്രന്ഥമായി അത് അവതരിപ്പിച്ച പ്രവാചകന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി വിശ്വസിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് മുസ്ലിമായി ജീവിക്കാൻ എത്ര അവകാശമുണ്ടോ അതേ അവകാശം തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന അവർക്കില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കൂ. തൗറാത്ത് എന്ന് പറയുന്ന ആ ഗ്രന്ഥം ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമല്ലേ? നമ്മൾ ചിന്തിക്കൂ. അള്ളാഹു ഒരു പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് ഈ തൗറാത്ത്. ആ തൗറാത്ത് അനുസരിച്ച് ആ തൗറാത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഈ പറയുന്ന യഹൂദരായിട്ടുള്ള ബനൂ ഖുറൈളക്കാർ ആ തൗറാത്ത് അനുസരിച്ചേ ജീവിക്കൂ എന്ന് അവരുടെ വിശ്വാസം തുറന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ തൗറാത്ത് അനുസരിച്ചേ അവർ ജീവിക്കൂ എന്ന് അവർ തിരിച്ചു മറുപടി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന് മുസ്ലിങ്ങളായിട്ടുള്ള സ്വഹാബികളോ റസൂലോ ആ തരത്തിൽ അവരെ എതിർക്കുകയോ ഇനി വായിക്കാൻ പോകുന്ന തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ, എത്ര ക്രൂരമായിട്ടാണ് അവരെ വേട്ടയാടിയത് എന്നുള്ളത് ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സംഭവങ്ങൾ ചെയ്യുകയോ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. ബനൂ ഖുറൈളയുടെ ചരിത്രം വിശദീകരിക്കുന്ന പാർട്ട് 1 വീഡിയോ ആണിത്. ഇനി പാർട്ട് 2 എന്ന രൂപത്തിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്വഹാബത്തും റസൂലുള്ളയും അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ബനൂ ഖുറൈള ഗോത്രത്തെ ഏത് നിലക്കാണ് നേരിട്ടത് എന്ന് വളരെ വിശദമായിട്ട് ഈ ഒരു താരീഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ പാർട്ട് 1-ൽ നിന്ന് ഇത്രയും വായിച്ചതിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രവാചകനെ നിന്ദിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വന്തമായി ഒരു അരവാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ വായിച്ച ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ലാതെ എൻ്റെ വക പ്രവാചകനെയോ ഇസ്ലാമിനെയോ അവഹേളിക്കാനോ നിന്ദിക്കാനോ അതിൻ്റെ മുകളിൽ കുതിര കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ചെടുക്കാനോ ഞാൻ ശ്രമിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അരവാക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ എഴുതണം. തീർച്ചയായിട്ടും ഈ പറയുന്നതിൽ എന്തെങ്കിലും എൻ്റെ വകയായി ഞാൻ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എൻ്റെ വകയായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായും പരസ്യമായിട്ട് അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വിശ്വാസ സംഹിത, ഒരു വിശ്വാസ ചരിത്രമാണിത്. ഈ ചരിത്രത്തിൽ ഇതാണുള്ളതെങ്കിൽ, ഇതാണ് വസ്തുതയെങ്കിൽ എൻ്റെ മനസ്സാക്ഷിക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കൊണ്ട് ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ എന്ന് നിങ്ങളോട് സത്യസന്ധമായി ഒരു അക്ഷരം പോലും എൻ്റെ വക ചേർക്കാതെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഈ കാര്യങ്ങൾ കേട്ടിട്ട് വസ്തുനിഷ്ഠമായിട്ട് ചിന്തിച്ചിട്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നമ്മുടെ ദൈവിക സങ്കല്പങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ടാണ്. ഈ ചരിത്ര ഗ്രന്ഥങ്ങളായിട്ടുള്ള ഈ ബേസിന് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഇനിയെങ്കിലും പഠിച്ച് മനസ്സിലാക്കി വരും തലമുറയെങ്കിലും ഇത്തരത്തിലുള്ള അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഈ പറയുന്ന കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ ചിന്താഗതികളിൽ നിന്ന് മോചിപ്പിച്ച് മാനവികമായി മനുഷ്യത്വത്തിലൂന്നി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം തണലേകാനും ഒക്കെ കഴിയുന്ന തരത്തിൽ പുതിയ തലമുറയെങ്കിലും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്, വാർത്തെടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഗൗരവകരമായ ഒരു ചിന്ത നിങ്ങളിൽ പകർന്നു നൽകിക്കൊണ്ട് തൽക്കാലം ഈ ബനൂ ഖുറൈളയുടെ ഈ ഒരു ചരിത്രം
ഈ ഒരു പാർട്ട് 1 വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ നിഷ്കളങ്കരായി സത്യസന്ധരായി ഈ വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തെ അതിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ജീവിതത്തിൽ വിജയിച്ചവരായി നല്ല വ്യക്തികളായി ജീവിച്ച് മരിക്കാനും തയ്യാറാകുക. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു.